മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ആഹ്ലാദ പ്രകടനം കണ്ടായിരുന്നു. ആരൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചെന്നറിയത്തില്ല. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിയേ. ബോംബോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഫ്ലെക്സ് അവിടെ വെച്ചിട്ട്, സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് അവിടെ വെച്ചിട്ട്, അവിടെ ബോംബാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്, അത് വെച്ച് പൊട്ടിക്കുന്നു. നോക്കിയേ. കണ്ടില്ലേ ഈ വിഷയം എത്രത്തോളം ചർച്ചയായിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇതിന് അത്ര നിസ്സാര കാര്യമാണോ? ഇതെന്താണ്, ഇത് ബോംബോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇതിനെ തുടർന്ന് അന്വേഷണവും മറ്റുമൊക്കെ വേണ്ടേ? അന്വേഷണമൊന്നും വേണ്ടേ? ഇത് നിസ്സാരമായിട്ടാണ് ആൾക്കാർ കരുതുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ യുവരാജ് ഗോകുൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കി. കേട്ട് കഴിഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് ജയിച്ചതിന് പിന്നാലെ അവിടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ബോംബ് ഉപയോഗിച്ചുള്ള ആഹ്ലാദ പ്രകടനം നടക്കുകയും കെ സുരേന്ദ്രനെ പോലൊരു നേതാവിന്റെ ഫ്ലെക്സ് ബോർഡ് നാടൻ ബോംബ് ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുകയാണ്. അപ്പോൾ ഇത് എന്ത് സന്ദേശമാണ് ഈ മഞ്ചേശ്വരം നൽകുന്നത് ഈ ഘട്ടത്തിൽ? എനിക്കിത് ദുരന്തർ എന്ന് പറയുന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. ദുരന്തർ സിനിമയിൽ ഒരു രംഗമുണ്ട്. അതിനകത്ത് റഹ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഒരു വലിയ അപകടത്തിനെയൊക്കെ തരണം ചെയ്ത് വരുമ്പോൾ അവിടെ ആഘോഷം നടക്കുകയാണ്. അലിയാരി എന്ന് പറയുന്ന ആ കോളനിയിൽ. അവിടെ ആഘോഷം എന്ന് പറയുന്നത് തോക്കൊക്കെ കൊണ്ടുവന്ന് മുകളിലേക്ക് വെടിപൊട്ടിച്ചുകൊണ്ടാണ്. കാരണം വെറുതെ പടക്കം പൊട്ടിച്ചിട്ടൊന്നുമല്ല, തോക്കൊക്കെ കൊണ്ടുവന്ന് മുകളിലേക്ക് വെടിവെച്ചുകൊണ്ടാണ് അവർ ആഘോഷമൊക്കെ നടക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഈ തീവ്രവാദികളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണെന്ന് തോന്നുന്നു. തോക്ക് ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെച്ച് ആഘോഷം നടത്തുക, ബോംബ് പൊട്ടിച്ച് ആഘോഷം നടത്തുക എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ പാറ്റേൺ അവർ കേരളത്തിലും മഞ്ചേശ്വരത്തും ഒക്കെ അവർ പിന്തുടർന്നു പോകുന്നതായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രബുദ്ധ കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രബുദ്ധ കേരളത്തിൽ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അവർക്ക് ഏറ്റവും വലിയ വർഗീയ കക്ഷി എന്ന് പറയുന്നത് അവർക്ക് BJP ആണ്. ആയിക്കോട്ടെ, BJP വർഗീയ പാർട്ടി തന്നെയാണ്. പക്ഷേ ഈ കാണിക്കുന്നതിനൊക്കെ ഒന്നും എതിരെ ആരും പ്രതികരിക്കുന്നുമില്ല. എന്നാ പറയുന്നത്, ഒരു ചർച്ചയോ മറ്റോ ഒന്നും നടത്തുന്നില്ല. പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും അന്തിച്ചർച്ചയും വേണ്ട, ഒന്നും വേണ്ട. ഇതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് വിട്ടേക്കുക. അത് ശരിയായ നടപടിയാണ്. ഇനി സുരേന്ദ്രൻ സാറിനെ എല്ലാവരും കളിയാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എത്ര വോട്ട് നേടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 67,696 വോട്ടോളം അദ്ദേഹം നേടിയിട്ടുണ്ട്. അതായത് 3 സീറ്റ് കിട്ടിയില്ല BJPക്ക്. അവരെക്കാളും കൂടുതൽ വോട്ട് ലഭിച്ചത് ശ്രീ സുരേന്ദ്രനാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കണക്കും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 ഈ വോട്ടിംഗ് ശതമാനമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കെ സുരേന്ദ്രൻ 65,013, അതായത് ഈ പ്രാവശ്യം കൂടി 67,696 വോട്ടോളം പിടിച്ച്. 2021 65,013 വോട്ട്. ആ സമയത്ത് CPMന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ 40,639 2021 കണക്കാണ്. അന്ന് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ലഭിച്ച വോട്ട് എന്ന് പറഞ്ഞാൽ 65,858. നിസാര വോട്ടിനാണ് സുരേന്ദ്രൻ സാറ് തോറ്റുപോയത്. ഞാൻ ഈ പറയുന്നത് CPMന് 40,639 വോട്ട് കിട്ടി 2021. 2026 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും CPMന് ലഭിച്ച വോട്ട് എത്രയാണെന്ന് അറിയാം, 21,212. അതായത് നേരെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ബാക്കി പകുതി എന്ത് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഇപ്പോൾ ലഭിച്ച വോട്ട് എത്രയാണെന്നറിയോ, 96,948. അതായത് ഇവരുടെ ഈ 20 നേരെ മേപ്പോട്ട് പോയി. ആർക്ക് പോയി? മുസ്ലിം ലീഗിന് പോയി. അതായത് ഇത് മറിച്ച് കുത്തിയോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും CPMന്റെ വോട്ട് പകുതിയോളം കാണാനില്ല. മുസ്ലിം ലീഗിന് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുകയും ചെയ്തു. അതായത് മുസ്ലിം ലീഗിന് 65,000 കിടന്നത് അവർക്ക് 96ആയി. ഇവിടുത്തെ പകുതി പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? വലിയ കാര്യമായിപ്പോയി. എന്നിട്ട് ആഹ്ലാദ പ്രകടനം എന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നത്? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതൊക്കെ തുടർന്നൊരു അന്വേഷണം വേണ്ടേ? ചർച്ച ചെയ്യണ്ടേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റുകൾ ചെയ്യുക.